ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രമായിരിക്കണം നമ്മളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മളൊരു ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു ഗൂഗിൾ പ്ലേ സ്റ്റോർ അല്ലെന്നുണ്ടെങ്കിൽ iOS. ഇപ്പോൾ നമുക്കറിയാം സാധാരണ ഇപ്പം നമ്മളൊരു ആൾക്കാരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു പുതിയതായിട്ടൊരു ആപ്പ് നമുക്കൊരു അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അതങ്ങ് ഡൗൺലോഡ് ചെയ്യും, നമ്മളത് യൂസ് ചെയ്യും. ആ ഒരു സമയത്ത് കുഴപ്പമില്ല. പക്ഷേ ഒരു 2 മാസം കഴിയുമ്പോൾ അതിനോടുള്ള ഒരു താല്പര്യം പോവുകയും നമ്മൾ ആ ഒരു ആപ്പ് നമ്മളുടെ മൊബൈലിൽ കിടക്കുകയും അതിന് പ്രത്യേകമായിട്ട് നമ്മളൊരു അപ്ഡേറ്റ് റിക്വസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മളതിനെ ഇഗ്നോർ ചെയ്യും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ഏത് ആപ്പ് നമ്മളുടെ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ മൊബൈലിലുണ്ടെങ്കിലും അത് ഏത് ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു പ്ലേ സ്റ്റോറിൽ നിന്നാണ് നമ്മളതിനെ ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ പോലും അതിന് എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് വരികയാണെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് യഥാസമയം ആപ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. നമ്മളുടെ ഒരു സ്വകാര്യതയെ ബാധിക്കുന്ന ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഒരു കണ്ടൻറ്റ് ഒരു കറക്റ്റായിട്ടുള്ള രീതിയിലേക്കാണോ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സോഴ്സ് ഒരു വിശ്വസിക്കാവുന്ന സ്ഥലത്തു നിന്നാണോ എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ രീതിയിലേക്കാണ് നമ്മൾ ആ ഒരു ആപ്പുകളെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ ആ ആപ്പിനെ നമ്മൾ ഉപയോഗം കഴിയുന്നതിന് ശേഷമാണെങ്കിൽ നമ്മളതിനെ അൺഇൻസ്റ്റാൾ ചെയ്തേക്കാം.